പാലക്കാട് ആലത്തൂർ പാടൂരിൽ വീട്ടിൽ കയറി വയോധികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച BJP പ്രവർത്തകനെതിരെ കേസ്. കാവശ്ശേരി സ്വദേശി സുരേഷിനെതിരെയാണ് കേസ്. ഇന്നലെ രാത്രി നടുലോടിലിറങ്ങി മദ്യപിച്ച ശേഷമായിരുന്നു ആക്രമണം. സുരേഷും BJP പ്രവർത്തകരും ചേർന്ന് ഡിവൈഎഫ്ഐയുടെ ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ചിരുന്നു. സുരേഷ് ഒളിവില്. പേടിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല, ആരും കൂടെ വരില്ല പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, നീ എന്തിനാ ഇവിടെ ഈ ഷെഡിന്റെ ഉള്ളിൽ കയറി, എന്താവശ്യത്തിനാ കയറിയെന്ന് പോവാൻ കാഴ്ച കൊടുത്ത് തള്ളിയിട്ടു. സാജിദ് അജ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ്, ഇത് എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? ഈ പ്രതിയെ പറ്റി ഏതെങ്കിലും തരത്തിലുള്ള വിവരമുണ്ടോ? ഈ ആലത്തൂർ പാടൂരിലാണ് ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ വീട്ടിൽ കയറി BJP പ്രവർത്തകൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. കാവശ്ശേരി പഞ്ചായത്തിലെ 2ാം വാർഡിലെ BJPയുടെ ബൂത്ത് പ്രസിഡന്റ് സുരേഷ് ആണ് ഈ അതിക്രമം നടത്തിയത്. സുരേഷ് ആദ്യം ഇതിന് സമീപത്ത് നടു റോട്ടിൽ ഇരുന്ന് മദ്യപിക്കുന്നു. പിന്നീട് ഒരു കുടിലിൽ താമസിക്കുന്ന വയോധികയുടെ വീടിനകത്തേക്ക് ഈ പുലർച്ചെ 3 മണിക്ക് എത്തുകയും ഇവരെ ഈ പീഡിപ്പിക്കാൻ, ശാരീരികമായി ഉപദ്രവിക്കാനും ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് ആരാണെന്ന് ചോദിച്ചവർ ബഹളം വെച്ചതോടുകൂടി എന്റെ ഭാര്യയല്ലേ എന്നാണ് അങ്ങോട്ട് ഈ മദ്യപിച്ച് ലക്ക് കെട്ട സുരേഷ് ചോദിക്കുന്നത്. എന്തായാലും ഇവർ പിന്നീട് വലിയ തോതിൽ ബഹളം വെച്ചതോ, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ വയോധിക ബഹളം വെക്കുകയും ആളുകളും മറ്റും വന്നു. അപ്പോഴേക്കും ഈ സുരേഷ് ഇവിടെ നിന്ന് പോവുകയും ചെയ്തിരുന്നു. ഈ സുരേഷ് നിലവിൽ ഒളിവിലാണ്. ഇതുകൂടാതെ ഈ മദ്യപിച്ച ശേഷം ചില BJP പ്രവർത്തകരെ കൂടി വിളിച്ചു വരുത്തി ഈ ഡിവൈഎഫ്ഐ സ്ഥാപിച്ച ചില ഫ്ലക്സ് ബോർഡുകളും CPMന്റെ കൊടിയും ഉൾപ്പെടെ ഈ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. 2 സംഭവത്തിലും ആലത്തൂർ പോലീസ് നിലവിൽ കേസ് എടുത്തിട്ടുണ്ട്. എന്നാൽ ഈ വയോധികയുടെ പരാതി കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. ഇയാളെ ഉടൻ അറസ്റ്റ് ചെയ്യേണ്ടി വരും, പക്ഷേ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.